കേരളത്തിൽ സിൽവർ ലൈനിന്റെ സാധ്യതകൾ അവസാനിച്ചതോടെ അതിവേഗ റെയിൽപാതയുമായി മുന്നോട്ടു പോകാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. റെയിൽപാതയുടെ പ്രഖ്യാപനം ഉടനെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ ഇന്ന് വ്യക്തമാക്കി. താൻ നൽകിയ പദ്ധതി രേഖയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ഇ ശ്രീധരൻ അറിയിച്ചു. തിരുവനന്തപുരം കണ്ണൂർ യാത്രാ സമയം 3.25 മണിക്കൂറായി ചുരുങ്ങും എന്നതാണ് ഈ പാതയുടെ പ്രത്യേകത. ജനവാസ മേഖലകളിൽ ടണലുകളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് എന്നും ഭൂമി ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയാകില്ല എന്നുമാണ് ഇ ശ്രീധരന്റെ വിശദീകരണം. കേരളം അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി. 2011-ലും 2016-ലും DMRC തന്നെ DPR തയ്യാറാക്കുകയും ചെയ്തതാണ്. പക്ഷേ നടന്നില്ല. പിന്നീടാണ് സിൽവർ ലൈൻ്റെ വരവ്. പോലീസ് മർദ്ദനവും കണ്ണീർ വാതക പ്രയോഗവും അറസ്റ്റും കേസുമൊക്കെ ആയപ്പോൾ സിൽവർ ലൈൻ്റെ മരണമണിയും മുഴങ്ങി. പക്ഷേ ആ ഇനത്തിൽ നമുക്ക് നഷ്ടം 100 കോടി രൂപയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സിൽവർ ലൈൻ പദ്ധതി തള്ളിയതോടെയാണ് അതിവേഗ റെയിൽപാതയ്ക്ക് വഴിയൊരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡിനെ ഒഴിവാക്കി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ ആയിരിക്കും പാത. 25 മുതൽ 30 കിലോമീറ്ററുകൾക്കിടയിൽ 1 എന്ന നിരക്കിൽ ആകെ 22 സ്റ്റോപ്പുകളുണ്ടാവും. തിരുവനന്തപുരം എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം, വൈക്കം, എറണാകുളം, ആലുവ, നെടുമ്പാശ്ശേരി, തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, തിരൂർ, മലപ്പുറം, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിവയായിരിക്കും സ്റ്റോപ്പുകൾ. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ അതിവേഗ റെയിൽപാത ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് സവിശേഷതയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ടും തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ടും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടും എത്തും. ഇപ്പോഴുള്ള നിരക്കിനേക്കാൾ അതിൻ്റെ പകുതി കൂടി കൂട്ടിയ തുകയായിരിക്കും പുതിയ നിരക്ക്. അതായത് ഇപ്പോൾ ടിക്കറ്റിന് 1000 രൂപയാണെങ്കിൽ പുതിയ നിരക്ക് പ്രകാരം അത് 1500 രൂപയാകും. ഈ ലൈൻ വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ടൈം will be 1 hour 20 minutes. തിരുവനന്തപുരം ടു കണ്ണൂർ 3 hours 15 minutes. പാതയുടെ 70% മേൽപ്പാലവും 20% മണ്ണിനടിയിൽ കൂടിയുമായിരിക്കും. അതിനാൽ ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ല എന്ന് കണക്കാക്കുന്നു. മേൽപ്പാലത്തിനും തുരങ്കപാതയ്ക്കുമായി ഏറ്റെടുത്ത ഭൂമി നിർമ്മാണത്തിനു ശേഷം വ്യവസ്ഥകളോടെ ഉടമകൾക്ക് ലീസിന് നൽകും. 20 മീറ്റർ ആയിരിക്കും വീതി. 86,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെങ്കിലും 1 ലക്ഷം കോടി വരെയാകാം. 30,000 കോടി വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം. ബാക്കി പണം ഓഹരി നിക്ഷേപത്തിലൂടെയും വായ്പയിലൂടെയും കണ്ടെത്തണമെന്നും നിർദ്ദേശമുണ്ട്. 15 ദിവസത്തിനകം റെയിൽവേയുടെ പ്രഖ്യാപനമുണ്ടാകും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് within 15 days വരും. 15 days. In the estimated cost 86,000 crores ആയിരിക്കും. 8 കോച്ചുകളുള്ള ട്രെയിനുകളായിരിക്കും ആദ്യഘട്ടത്തിൽ സർവീസ് ആരംഭിക്കുക. ഒരേ സമയം 560 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ആവശ്യാനുസരണം 12 മുതൽ 16 കോച്ചുകൾ വരെയുള്ള ട്രെയിനുകൾ കൊണ്ടുവരും. ഓരോ 5 മിനിറ്റിലും ഇരുഭാഗത്തേക്കും സർവീസ് ഉണ്ടാകും. റെയിൽവേക്ക് 51%, സംസ്ഥാന സർക്കാരിന് 49%ആയിരിക്കും ഓഹരി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇ ശ്രീധരൻ്റെ പ്രതികരണം. പുതിയ പദ്ധതി കേരളത്തെ വിഭജിക്കുന്ന മാതൃകയിലല്ല എന്നതും സിൽവർ ലൈനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമി കുറവാണെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ ജനങ്ങളെ ബോധവൽക്കരിച്ചതിന് ശേഷം മാത്രമായിരിക്കുമെന്നതും പ്രതീക്ഷ നൽകുന്നു. നമ്മുടെ യാത്രകൾക്ക് വേഗത കൂടണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവാനിടയില്ലല്ലോ. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഹൈസ്പീഡ് ട്രെയിനുകൾ വരുന്നു എന്നറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടിൽ ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ കേരയിൽ സമരങ്ങളും അതിൻ്റെ മഞ്ഞക്കുറ്റിയിടലും അത് പിഴുതെറിയുന്നതുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് ഇന്ന് തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു വിമർശനവുമായി. ഈ മഞ്ഞക്കുറ്റിക്കല്ലൊക്കെ എടുത്തു മാറ്റേണ്ട സമയം എപ്പോഴാണെന്ന് കൂടി സർക്കാർ അറിയിക്കണമെന്ന പരിഹാസവുമൊക്കെയായി ഇന്ന് നേതാക്കൾ കളം പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. 70% ഇത് എലിവേറ്റഡ് ഒരു ട്രാക്ക് ആയിരിക്കുമെന്നാണ് മെട്രോമാൻ അറിയിച്ചിരിക്കുന്നത്. 30% ബാക്കിയുള്ള സ്ഥലം അത്
ഭൂമി ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അത് ഭൂമിക്കടിയിലൂടെയുള്ള ടണൽ വഴിയാണ് കടന്നു പോകുന്നത് എന്നാണ് മെട്രോമാൻ വ്യക്തമാക്കിയത് ഈ ശ്രീധരൻ. അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നം, അതുമായുള്ള തർക്കങ്ങൾ അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ കഴിയും. 86,000 കോടിയാണ് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രോജക്ട് കോസ്റ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 15 ദിവസത്തിനകം ഇതിന്റെ ഓഫീസ് ആരംഭിക്കും എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ കാര്യമായി ഗൗരവമായി തന്നെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. എന്താണ് വരും ദിവസങ്ങളിലെ പുതിയ അതിന്റെ നടപടിക്രമങ്ങൾ എന്നുകൂടി മനസ്സിലാക്കാം. നിലവിലെ പാതയുമായി ഇതിന് ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ചും എയർപോർട്ടുകളെ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പാത കടന്നു പോകുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.